ഈ ഗൃഹസമ്പർക്ക പരിപാടി എന്ന് പറയുമ്പോൾ പാത്രം കഴുകാനാണോ ആളെ വിട്ടിരിക്കുന്നതെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഗൃഹസമ്പർക്കം അല്ലേ? പഴയ മോഹൻലാലിന്റെ ഒരു പടത്തിലുണ്ട്. മോഹൻലാൽ ഇങ്ങനെ ഓരോ വീട്ടിൽ കയറിയിട്ട് കുട്ടിയുടെ ചന്തി കഴുകി കൊടുക്കുക, മൂക്ക് പിഴിഞ്ഞു കൊടുക്കുക. പിന്നെ ഏതൊരു വീട്ടിൽ ചെന്ന് കയറിയിട്ട് ചേട്ടത്തിയേ ഇന്ന് എന്നാ കറി, കിഴങ്ങും മീൻകറിയും ആണോ, എന്നാ കുറച്ചൊക്കെ എടുത്തേ. അയ്യോ, എന്ന് വെച്ചാൽ നമ്മളൊക്കെ വലിയ ആൾക്കാരാണ്, നമ്മളത് ഇങ്ങനെ ചെയ്യേണ്ടവരല്ല. പിന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്ത ആയിട്ട് ഇലക്ഷൻ വരികയാണ്, അതിന് വോട്ട് കിട്ടണം. ശരി, ഇനി ഗൃഹസമ്പർക്കത്തിന് അടുക്കളയിൽ പോയി പാത്രം കഴുകിയതല്ലാതെ എന്തായിരിക്കും നാട്ടിന്റെ വികസനത്തെ കുറിച്ച് പറയാൻ പോകുന്നത്? ഒന്ന്, പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ കുറെ വീടുകൾ കിട്ടി. അത് നമ്മൾ ലൈഫ് മിഷൻ എന്ന പേരിൽ ഒരു 50,000 രൂപയും കൂടെ ഇട്ട് കേരളത്തിൽ ഒരു 3-4 ലക്ഷം വീടുണ്ടെന്ന്, 4 ലക്ഷം വീട് അങ്ങനെ വെച്ചിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് ഒരു 6 വരി പാത കിട്ടി. അത് ഞങ്ങൾ ഇടപെട്ട് ഇതിന് 2 സർവീസ് റോഡും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പറഞ്ഞൊരു കേന്ദ്രത്തിന്റെ ഒരു പദ്ധതി ഉണ്ട്, വേറൊരു സംസ്ഥാനത്ത് നടപ്പിലാക്കാത്തത് കൊണ്ട് ഞങ്ങൾ കേരളത്തിൽ അത് നടപ്പിലാക്കി. അങ്ങനെ അടിസ്ഥാന ആരോഗ്യ സൗകര്യം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ റേഷൻ കട വഴി മോദി നേരിട്ട് അരി വിതരണം ചെയ്യുന്നുണ്ട്. ആ അരി ഞങ്ങൾ വാങ്ങി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ആദിവാസി ക്ഷേമത്തിന് വേണ്ടി അവർ ഫണ്ട് തന്നു. അത് നമ്മൾ കേരളത്തിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ശമ്പളം കൊടുത്തിട്ടുണ്ട്, പെൻഷൻ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് അവന്മാരോട് പൈസ ചോദിച്ചപ്പോഴേ അവന്മാർ തരുന്നില്ല. അവർക്ക് കണക്ക് വേണം പോലും. കണക്ക് കൊടുക്കാൻ കേരളത്തിന് സൗകര്യമില്ല. നമുക്ക് അവകാശപ്പെട്ട പണമാണ്. ആ പണം ചെലവഴിച്ചതിന് എന്തിനാ കണക്ക്? ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനല്ലേ സാർ ഇപ്പോ ഗൃഹസമ്പർക്ക പരിപാടിയാണ്. നിങ്ങളുടെ ഭാഗ്യത്തിന് കേന്ദ്രത്തിൽ മോദിയും കേരളത്തിൽ നിങ്ങളുടെ സർക്കാരും അധികാരത്തിൽ വന്നു ഒരേ സമയം. അതുകൊണ്ട് ഈ രാജ്യമെമ്പാടും നടക്കുന്ന വികസന പ്രവർത്തനം അതേപടി കേരളത്തിൽ നടക്കുന്നു. ഞങ്ങൾ വികസന പാതയിലാണ്. കേരളത്തിനെ ഞങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം കലാപരിപാടികളെല്ലാം നടക്കുന്നു. നേരെ മറിച്ച് പണ്ട് അച്യുതാനന്ദൻ സർക്കാരോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരോ ഒക്കെ ഉണ്ടായിരുന്നത് പോലെ കോൺഗ്രസിന്റെ ഭരണ കാലഘട്ടത്തിലാണ് നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ 10-40-45 വർഷമായിട്ട് നടക്കാത്ത കൊല്ലം ബൈപ്പാസും ആലപ്പുഴ ബൈപ്പാസും പൂർത്തിയാക്കി ഇപ്പൊ ഒരു എക്സ്ട്രാ ബൈപ്പാസ് കൂടി പണിയുന്നുണ്ട്. 2 വർഷത്തിനുള്ളിൽ അതിന്റെയും പണി പൂർത്തിയാകും എന്നാണ് കേൾക്കുന്നത്. അതാണ് മോദി വന്നതിലുള്ള വേഗത. കോൺഗ്രസ് ആയിരുന്നെങ്കിൽ 40-45 വർഷം എടുത്തേനെ. പക്ഷെ കേരളത്തിന്റെ മാത്രം വികസനം എന്ന് പറയാനായിട്ട് കാസർഗോഡ് ഒരു മെഡിക്കൽ കോളേജ് കിടപ്പുണ്ട്. ഏകദേശം 2012 തുടങ്ങിയതാ, ഇപ്പൊ ഒരു 2025 ആയിട്ടുള്ളൂ. അപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വികസന തത്വം വെച്ചിട്ട് ഇനി ഒരു 28 വർഷം കൂടെ കഴിയുമ്പോൾ ഏകദേശം 40 വർഷമാവും. അപ്പോ ഇത് പൂർത്തി